കില്ലാടികളെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ കോണ്ടന്റ് ക്രിയേറ്റർ അറസ്റ്റിലായിരിക്കണം. എന്ത് വെച്ച് കഴിഞ്ഞാൽ പീഡന കേസിലാണ് അറസ്റ്റിലായിരിക്കുന്നത്. പീഡന കേസ് പറഞ്ഞാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. അത് ഒരാളെയിലുള്ള ഒരു ലോഡ് ആൾക്കാരെ, സത്യം പറഞ്ഞ ഒരു ലോഡ് ആൾക്കാരെ പറഞ്ഞാൽ ഒരു ലോഡ് ആൾക്കാർ എത്ര പേര് ചോദിച്ചാൽ കയ്യും കണക്കില്ല. 14 പേര്, 14 പേര് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ഞാനിത് കാര്യം പറഞ്ഞില്ല. ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് സംഭവം ഇപ്പൊ ഈ പെമ്പിള്ളേർ എന്ത് കണ്ട് നിൽക്കുകയാണ് ചോദിക്കട്ടെ. വിവാഹ വാഗ്ദാനം നൽകി ഒരാൾ പെട്ടു, പിന്നെയും പോയി പടി ചോദിക്കട്ടെ. പക്ഷെ അവനൊരു കില്ലാടി കേട്ടോ. ഇല്ലാട്ടോ, സത്യം പറയില്ല. എന്ന് വെച്ചാൽ ബ്ലോഗറിന്റെ പേര് യദു കൃഷ്ണ എന്നാണ്. യദു കൃഷ്ണ മറ്റേ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പുള്ളിക്കാരനാണ്. എന്താ വെച്ചാൽ റീൽസ് പറഞ്ഞാൽ പലതരം റീൽസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാനത് പുള്ളിക്കാരന്റെ പ്രൊഫൈൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് കേട്ടോ. നോക്കട്ടെ, സോറി, ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ എത്ര വലിയ കില്ലാടിയാണെങ്കിൽ നമ്മളൊന്ന് അറിയണമല്ലോ. ഞാൻ പുള്ളിക്കാരൻ്റെ റീൽ കണ്ടിട്ടില്ല. ഇപ്പൊ വേറെ പെമ്പിള്ളേർക്ക് മാത്രം കാണുന്നറിയില്ല, അത് കാണാനില്ല, പ്രൊഫൈൽ റീൽസ് കാണാനില്ല. അതുപോട്ടെ, നമുക്ക് ന്യൂസ് പ്ലേ ചെയ്യുന്നല്ലോ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു പുള്ളിക്കാരനാണ്. അപ്പൊ ഞാൻ ന്യൂസ് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യദു കൃഷ്ണ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. പുള്ളിക്കാരൻ തൃശ്ശൂർ എവിടെയാണ് വീട്. യദു ഗിരീഷ്, സോറി യദു ഗിരീഷ്, അതാണ് പുള്ളിക്കാരൻ്റെ പേര്. യദു ഗിരീഷാണ്. അപ്പൊ നമുക്ക് യദു ഗിരീഷൻ സെർച്ച് ചെയ്ത് നോക്കലുണ്ടല്ലോ. ചിലപ്പോൾ യദു ഗിരീഷ് കാണായിരിക്കും. നമ്മൾ സെർച്ച് ചെയ്ത് യദു ഏതാണ്, യദു എന്താണ് സെർച്ച് ചെയ്തത്, അതും കാണല്ലോ. നമ്മൾ സെർച്ച് ചെയ്ത് യദു കൃഷ്ണമാണ്. യദു ഗിരീഷ് കാണില്ല. അപ്പൊ എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് നോക്കിയാൽ മതി, മനസ്സിലല്ലേ. 14 പേരെ പീഡിപ്പിച്ചു എന്നാണ് വാർത്ത കേട്ടിരിക്കുന്നത്. 14 പേരെ അടിച്ചു, 14 യുവതികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ആദ്യം പ്രണയത്തിലാവും, എന്നിട്ട് അങ്ങോട്ട് ലൈംഗികമായി ഏർപ്പെടും. അല്ല, ആദ്യം പ്രണയത്തിലെ വിവാഹ വാഗ്ദാനം കൊടുക്കും. അങ്ങനെയുള്ള ടാക്ടിക്സ്, എന്നിട്ട് ലൈംഗികമായി പീഡിപ്പിക്കും. അതാണ് ഇപ്പൊ നടന്നിരിക്കുന്ന സംഭവം. ഞാൻ ന്യൂസ് ഒന്ന് പ്ലേ ചെയ്യാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ തൃശൂരിൽ ഇൻസ്റ്റഗ്രാം കോണ്ടന്റ് ക്രിയേറ്റർ അറസ്റ്റിലായിരിക്കുകയാണ്. താന്യം സ്വദേശി യദു ഗിരീഷാണ് പോലീസ് പിടിയിലായത്. ഇൻസ്റ്റഗ്രാമിൽ ഇയാൾക്ക് 50,000-നടുത്ത് ഫോളോവേഴ്സാണുള്ളത്. യുവതികളുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും യുവതികളിൽ നിന്ന് പണം തട്ടിയെടുത്തെന്നും പരാതിയിലുണ്ട്. തൃശൂരിൽ നിന്നും അനഘ മുരളി ചേർന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. അനഘ, ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? അവസാന ഇൻസ്റ്റാഗ്രാമിൽ ഏതാണ്ട് 48,000-ലധികം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറാണ് യദു ഗിരീഷ്. തൃശൂർ താന്യം സ്വദേശിയാണ് യദു. നിലവിൽ യദുവിനെതിരെ 3 യുവതികളാണ് ഇത്തരത്തിൽ ലൈംഗിക പീഡന പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയാണ് ഈ യുവതികൾ യദുവിനെതിരെ നിലവിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യദുവിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ പരാതിയിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നഗ്ന ദൃശ്യങ്ങൾ, പീഡനശേഷം നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ആ ദൃശ്യങ്ങൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയിട്ടുണ്ടോ എന്നും ഇവർ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം പോലീസിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ കൂടുതൽ യുവതികൾ സമാനമായിട്ടുള്ള രീതിയിലുള്ള പീഡനം യദുവിന്റെ കയ്യിൽ നിന്ന് നേരിട്ടുണ്ട് എന്നാണ്. ഏതാണ്ട് 15ഓളം യുവതികളെ യദു പീഡിപ്പിച്ചിട്ടുള്ളതായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ യദു ഗിരീഷ് എന്ന ഇൻഫ്ലുവൻസറിനെതിരെ കൂടുതൽ പരാതികൾ വരാനായിട്ടുള്ള സാധ്യതയാണ് പോലീസ് ഇപ്പോൾ കാണുന്നത്. നിലവിൽ IT ആക്ട് പ്രകാരവും യദുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പൊ അതാണെങ്കിലും സംഭവം. നിലവിൽ IT ആക്ട് പ്രകാരം പോലീസ് ഇതിനെതിരെ കേസെടുത്തിട്ടുണ്ട്. 14 പേര് പീഡിപ്പിച്ച ശേഷം അവരുടെ നഗ്നമായ ദൃശ്യങ്ങൾ എടുത്തിട്ട് അവർ ഭീഷണിപ്പെടുത്താം. നിങ്ങൾ പൈസ തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാനിത് ചെയ്യും, അത് ചെയ്യും, ഇല്ലെങ്കിൽ വൈറലാക്കും, ഇല്ലെങ്കിൽ മറ്റേതാക്കും എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കുക. എൻ്റെ പൊന്നു ചേച്ചിമാരെ അല്ലെങ്കിൽ സ്ത്രീ ജനങ്ങളെ, നിങ്ങളൊരു കാര്യം ചെയ്യും. ഇപ്പം നമ്മൾ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മെസ്സേജ് അയക്കണമെന്ന് കമ്പനി ആവണമെന്നൊക്കെ നിങ്ങൾ ഓക്കെ, ബട്ട് എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ആവരുത്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ വിത്ത് എന്താ വെച്ചാൽ നിങ്ങൾ മൊത്തം മനസ്സിലാക്കി വേണം ചെയ്യാൻ. മനസ്സിലായി, അല്ലെങ്കിൽ ഇമാതിരി പണിയൊക്കെ കിട്ടി തുടങ്ങും. സീരിയസ്ലി ഇല്ലാട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഈ റീലിൽ കാണുന്നതെല്ലാം റിയൽ ലൈഫ്, മനസ്സിലായില്ല. റീലിൽ കാണുന്നത് വേറെ, റിയൽ ലൈഫ് വേറെ. സത്യം പറയാം, റീലിൽ കാണുന്നത് വെച്ചാൽ റീൽ വേഴ്സസ് റിയൽ എന്നൊരു ജീവിതമുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കുക കേട്ടല്ലോ. അത് മനസ്സിലാക്കാതിരുന്ന ഇങ്ങനെ മൂഞ്ചിക്കൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ 14 പേരെ പീഡിപ്പിച്ചിട്ട് അറിഞ്ഞില്ല പറഞ്ഞാൽ പിന്നെ പറഞ്ഞ കാര്യമില്ല. അവനൊരു കില്ലാടിയാണ്, അവൻ പലതും തട്ടിയെടുത്തിട്ട് പറഞ്ഞോട്ടോ. സത്യം പറഞ്ഞാൽ പെമ്പിള്ളേരെ കുറ്റം പറയില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടല്ലോ. മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ മൂഞ്ചി തിരിയുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പൊ അതേ പറഞ്ഞോളൂ. അപ്പോൾ ബാക്കി വിവരങ്ങൾ കൂടി കിട്ടട്ടെ നമുക്ക്. അതായത് എന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്യാം. ഓക്കെ, ബൈ.